കയ്യിലതാ പിടിച്ച് അധികാരം കൊണ്ട് കളിക്കുന്നവരെ ചോദിക്കട്ടെ, ഇങ്ങനെ കമ്മീഷന് വാങ്ങുമ്പോ ഇത് നിരോധിക്കാൻ, ഇത് തടയാൻ തണ്ടുള്ള ഒരാൺകുട്ടി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജനിച്ചില്ലല്ലോ. ധൈര്യമുള്ള ഒരാൺകുട്ടി ഇന്ത്യ രാജ്യത്ത് ഇന്നേ വരെ, ഈ സെക്കൻഡ് വരെ ഏതെങ്കിലും ഒരു നേതാവ് മുമ്പിൽ വന്നിട്ട് കമ്മീഷന് വാങ്ങാൻ പാടില്ല, അത് വഖഫിന്റെ സ്വത്താണ്, അത് നിങ്ങളുടെ സ്വത്തല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടായിട്ടുണ്ടോ? ഇത് സ്വന്തം വാങ്ങി കടിച്ചിട്ട് റോട്ടിന്റെ മുകളിലൂടെ കയറിയിട്ട് സിന്ദാബാദാണ്, സ്വത്ത് ഞങ്ങൾ അനുവദിക്കൂല, വഖഫിന്റെ സ്വത്ത് ഞങ്ങൾ അനുവദിക്കൂല, വഖഫിന്റെ സ്വത്ത് ഞങ്ങൾ അനുവദിക്കൂല. ഉള്ളിൽ വിശ്വാസം എന്താ? ഞങ്ങൾക്ക് 2.5 ലക്ഷം രൂപ അനുവദിക്കാം അല്ലേ? അങ്ങനെയുണ്ടോ മസല? എവിടെങ്കിലും അങ്ങനെയുണ്ടോ? വഖഫിന്റെ സ്വത്ത് വഖഫാണ്, അതാ അതിന്റെ അധികാരം അല്ലാഹുവിന് മാത്രമാണ്. എല്ലാവർക്കും അറിയാം, പള്ളിയിലേക്ക് വഖഫാക്കിയാൽ അതിലൊരു സ്വത്ത് കൊണ്ടുപോകാൻ വരെ പാടില്ല, ലേലം വിളിക്കാൻ വരെ പാടില്ല. പഴയ കാലത്ത് പള്ളിയിലേക്ക് തേങ്ങയോ തെങ്ങോ വഖഫാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഉസ്താദ് പറയേണ്ടതില്ല, അതിന്റെ തോലകളെ അതിന്റെ മറ്റേ മട്ടക്കണകളെ കൊണ്ടുവന്നിട്ട് കത്തിച്ചിട്ടാ കളയൽ. ഇന്ന് കമ്മീഷൻ വാങ്ങുന്നതിന് ഒരു വിരോധമില്ല, എന്നിട്ട് നട്ടലില്ലാത്ത ഞങ്ങളാണ് വഖഫിനെതിരെ സിന്ദാബാദ് വിളിക്കുന്നത്. സ്വന്തം നന്നാകണ്ടേ ആദ്യം? സ്വന്തം നന്നാകാതെയാണോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മാ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഇത് അന്യ സ്വത്തല്ലേ, വഖഫിന്റെ സ്വത്ത്, അത് ബൈത്തുൽ മാലിന്റെ സ്വത്തല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇദ തുഖിദൽ ഫൈഉ ദിവലാ വല്ലമാനതു മഗ്നമാ വസ്സകാതു മഗ്റമാ വഅഖ ഉമ്മഹു വഅദ്നാ സ്വദീഖഹു. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പള്ളിയിൽ കണക്ക് വായിക്കാം, 2 കോടി വഖഫ് സ്വത്തിൽ നിന്ന് വന്ന പണം 22 ലക്ഷം, കമ്മീഷന് കൊടുത്തത് 5.5 ലക്ഷം. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇന്നല്ലേ ഞങ്ങൾ ഇവിടെ സിന്ദാബാദ് വിളിക്കുന്നത്? ആദ്യം നമ്മൾക്ക് നന്നാകാം, ഈ പറയുന്ന എനിക്ക് നന്നാകാം. ഇത് ആരെങ്കിലും, ഇപ്പൊ ഞാനിവിടെ ഇത് പറഞ്ഞത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാനിത് പറയുമ്പോ നെല്ലിയാടി ഉസ്മാൻ ജൗഹരി വഖഫ്ക്ക് ഇത് ശ്രദ്ധിക്കുന്നതിനെതിരായി പോയി എന്നങ്ങനെ പറയാൻ തുടങ്ങും. അടുത്തിപ്പോ വരും, നാളെ ക്ലിപ്പായിട്ട് എന്ത് പറഞ്ഞാലും വരുന്ന കാലമില്ലേ. വഖഫിന്റെ പിന്നെ വഖഫിനെതിരായിട്ടല്ല, വഖഫിന് സപ്പോർട്ടായിട്ട് പ്രസംഗിച്ചു. ഇത് നിരോധിക്കാൻ ആരെങ്കിലും ധൈര്യമുണ്ടോ? അപ്പൊ ഈ രൂപത്തിൽ മനുഷ്യൻ അതപ്പതിച്ചു പോയി. നമ്മുടെ മക്കൾക്ക് ഹറാമിന്റെ ഭക്ഷണം കൊടുത്താൽ, നമ്മുടെ മക്കൾ ഹറാമിന്റെ ഭക്ഷണം കൊണ്ടുപോയി അല്ലേ കഴിക്കുക? വഖഫിന്റെ സ്വത്ത് കൊണ്ടുപോയി നമ്മളെ മക്കൾക്ക് ഭക്ഷിച്ചാൽ, ആ കുഞ്ഞു മകൻ കള്ളു കുടിക്കാതെ, വിഭജിക്കാതെ, തമ്മാടിത്തരം ചെയ്യാതെ, ഹാൻസ് വലിക്കാതെ, കഞ്ചാവ് വലിക്കാതെ, കല്യാണത്തിന്റെ പേര് പറഞ്ഞ് തമ്മാടിത്തരം ചെയ്യാതെ, സുബ്ഹാനല്ലാഹ്, പിന്നെന്താ ഇവിടെ ചെയ്യുന്നത്? അങ്ങനെയല്ലേ കല്യാണത്തിന്റെ സദസ്സ് നടക്കുന്നതൊക്കെ? കല്യാണത്തിന്റെ സദസ്സിൽ കണ്ടില്ല എന്തെല്ലാം തമ്മാടിത്തരം? നിരോധിക്കാൻ ആരെങ്കിലും ധൈര്യമുള്ളവരുണ്ടോ? കാരണം ചെറുപ്പക്കാരാണ്, അവര് ചെറിയ വയസ്സാണ്. കാരണം ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നു, എനിക്കൊരു 22 പ്രായമുള്ളപ്പോൾ എന്റെ സ്വന്തം കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ഞാനിങ്ങനെ കിട്ടിയത് വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ബുദ്ധി വരുന്നത് എപ്പോഴാണ്? ഞാൻ എന്റെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീടൊക്കെ അതിന്റെ മട്ടം പോലെ കൊണ്ടുപോകുന്ന 30 വയസ്സാകുമ്പോഴേക്കാണ്. അപ്പൊ ചെറുപ്പമുള്ള കാലത്ത് യുവാക്കള് ആ കല്യാണത്തിന്റെ സദസ്സില് ഹറാമായ പ്രവർത്തനം നടക്കുമ്പോ വീട്ടിലുള്ള വാപ്പ അല്ലെങ്കിൽ എളാപ്പമാരോ കാരണവന്മാര് അതിനെ നിരോധിക്കാതെ അതിലേക്ക് ഒത്തുവെച്ച് തുള്ളലും ചാടലോ, സുബ്ഹാനല്ലാഹ്, പുതിയാപ്പിളനെ കൊണ്ടുപോകുന്ന എന്തെല്ലാം കോലത്തിലാണ് കല്യാണത്തിന്റെ സദസ്സ്. ഞാനത് വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. മുൻകഴിഞ്ഞ പ്രസംഗം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആലിമീങ്ങൾ അതിനെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. ഇങ്ങനെ ഈ സമുദായം കല്യാണത്തിന്റെ പേര് പറഞ്ഞ് എന്തെല്ലാം
തെമ്മാടിത്തരമാണ്. പക്ഷേ യുവാക്കളെ വിചാരിച്ചില്ലേ കൂരിക്കുഴി തങ്ങൾ ഇവിടെ വന്നു. എന്നിട്ട് അർഹമർ റഹീമായ റബ്ബേ അല്ലാഹുമ്മ അലിഫ് ബൈന ഹാദൈനി الزوجين كما ألفت بين حبيبك رسول الله صلى الله عليه وسلم بارك الله لكما وبارك عليكما وجمع الله بينكما എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുദരീസ് ഉസ്താദ് ദുആ ചെയ്താൽ നമ്മൾ ചെയ്തതൊക്കെ തീർന്നു പോയി, നമ്മൾ ചെയ്തതൊക്കെ മാറിപ്പോയില്ലേ എന്ന് ചില ചെറുപ്പക്കാര് ചിന്തിക്കുന്നുണ്ടാകാം. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കല്യാണത്തിൽ നടക്കുന്ന ഹറാമിയത്ത് അത് നിർത്താൻ പറ്റുമോ? അത് നിരോധിക്കാൻ പറ്റുമോ? ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ഡാൻസ് ചെയ്ത്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് അതാ പരസ്പരം കൈകോർത്ത് പിടിച്ച്, ഇപ്പൊ കണ്ടില്ലേ സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന ഒരു വലിയ